ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ തങ്ങൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ തങ്ങളുടെ വന്ന വിവരം അഭിവന്ദനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയുകയും തങ്ങൾ ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ തങ്ങളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങൾ സ്വീകരിക്കുമായതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ് തങ്ങളെയും കൂട്ടി രാവിലെ നാസ്തക്കും കൂട്ടി വരണം, ഇവിടെ നാസ്തയെല്ലാം റെഡിയാക്കിയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആറ്റപ്പ് ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട്, പോകാൻ പറ്റൂലെന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പോകാം എന്ന് പറയുകയും രാവിലെ ഞങ്ങൾ പാണക്കാട്ട്, ഞാനും ദാരിമി ഉസ്താദും അടക്കം പാണക്കാട്ടേക്ക് കൊണ്ടുപോവുകയും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ പാണക്കാടന്ന് ഒരുപാട് ജനങ്ങൾ കൂടിയ ദിവസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്ഹുല്ലാ തങ്ങൾക്ക് നൽകിയത്. അവർ രണ്ടുപേരും കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും ആദരിക്കുകയും ആലിംഗനം ചെയ്യുകയൊക്കെ കണ്ടത് ഞങ്ങളന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഇത് കാണുകയുണ്ടായി. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നാസ്തൊക്കെ കഴിച്ചു. അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയപ്പോൾ ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ തങ്ങൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് കാത്തിരിക്കുകയാണ്, അങ്ങയെ കാത്തിരിക്കുകയാണ്, ഞാനിവിടെ ഒരു ശല്യമായി മാറും, അതുകൊണ്ട് പോകാൻ അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയുകയുണ്ടായി, അവരിവിടെ സാധാരണ വരുന്നവരാണ്, അങ്ങേ ഞങ്ങൾക്ക് എന്നും കിട്ടുകയില്ല, ആയതുകൊണ്ട് അങ്ങ് ധൃതി കൂട്ടരുത് എന്ന് തങ്ങൾ വളരെ സ്നേഹപൂർവ്വം പറയുകയും വീണ്ടും കുറേ നേരം അവർ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അന്ന് ആ കാലഘട്ടത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പലരും വരാറുണ്ടെങ്കിലും ഇത്രമാത്രം ബഹുമാനിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. അന്ന് ഞങ്ങൾ കൂടെയായിരുന്നു പോയിരുന്നതൊക്കെ. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഫത്ഹുല്ലാ തങ്ങൾ ദാരിമി ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ച് രാത്രിയിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള മുഷാവറയുടെ മെമ്പർ കൂടിയായ ഉസ്മാൻ ഫൈസി ഉസ്താദ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സമസ്തയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അന്ന് ഫത്ഹുല്ലാ തങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി, കണ്ണിയത്ത് ഉസ്താദ് നവറുല്ലാഹു മർക്കദ, അതുപോലെ ഷെയ്ഖുനാ ഷംസുലുമാൻ നവറുല്ലാഹു മർക്കദ, ഇവരെ രണ്ടുപേരും കൂടി ഈ പ്രസ്ഥാനത്തെ കൊണ്ടു നടന്നപ്പോൾ അത് സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അത് ഭംഗിയായി കൊണ്ടു നടന്നു. അങ്ങനെ പറഞ്ഞത് ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്തും പ്രസിഡന്റുമാരുടെ തുടർച്ചയായുള്ള വഫാത്തും ഒക്കെ നടന്നപ്പോൾ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയ്ക്ക് ഒരു ഉലച്ചിൽ തട്ടിയോ എന്ന് ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടു, ജനങ്ങൾ ആശങ്കപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ നമുക്ക് ഇറക്കി തന്നത് എന്ന് അവിടെ വെച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി. ഞാനും ദാരിമി ഉസ്താദും വേറെയും പലരും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു സദസ്സിൽ. അങ്ങനെ ഒരുപാട് കഥകൾ, ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ബഹുമാനപ്പെട്ട ഫത്ഹുല്ലാ തങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്.